ഇന്ന് പ്രണയദിനത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രാമന്തളി സ്വദേശിയായ ശങ്കരൻകുട്ടിയെയാണ്. ഒരു നാടകം ഒരാളുടെ ജീവിതം മാറ്റിമറിച്ച് അതുപോലെ ഒരു പ്രണയം തകർത്ത ഒരു ജീവിതവുമായി ഇന്നും നമ്മൾക്കിടയിൽ ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. നാടകവേദിയിൽ വിളക്കണയുമ്പോൾ നടൻ വേഷമഴിച്ചുവെച്ച് സ്വത്വത്തിലേക്ക് മടങ്ങുന്നത് പതിവാണ്. എന്നാൽ പയ്യന്നൂർ രാമന്തളി സ്വദേശിയായ ശങ്കരൻകുട്ടിയുടെ ജീവിതത്തിൽ അരങ്ങിലെ വിളക്കുകൾ ഇതുവരെ അണഞ്ഞിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു നാടകത്തിനായി എടുത്തണിഞ്ഞ സണ്ണി എന്ന ഭ്രാന്തന്റെ വേഷം ഒരു നിഴൽ പോലെ ഇന്നും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. കലയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോയ ആ അത്യപൂർവ ജീവിതം രാമന്തളി നാടിന് ഇന്നും ഒരു വിസ്മയമാണ്. ആ കഥാപാത്രം മനസ്സിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ടാണോ ആ ഒരു ചിന്തയുണ്ടോ? ഇപ്പോഴും ആ കഥാപാത്രത്തിന് ഓർമ്മിച്ച് നിൽക്കുന്നുണ്ട്, ഓർമ്മയിൽ നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രം തന്നെയാണോ ശങ്കരൻകുട്ടിയേട്ടൻ്റെ ശരിക്കും ജീവിതത്തിൽ അതേ ഒരു കോപ്പിയായിരുന്നോ പിന്നെ നടന്നത്? അത് കുറേയൊക്കെ അതിനകത്ത് ഓർമ്മയിൽ നടത്തിയിട്ടുണ്ട്. CL ജോസിന്റെ പ്രശസ്തമായ ഒരു നാടകം വർഷങ്ങൾക്ക് മുൻപ് ചണ്ടാലക്കോട് വയലിൽ അരങ്ങേറിയപ്പോഴാണ് ശങ്കരൻകുട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞത്. മറ്റൊരു പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആ നാടകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഒരു ഭ്രാന്തന്റെ വേഷമായിരുന്നു. കാണികളെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയ പ്രകടനം. എന്നാൽ ആ വേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. നാടകം കഴിഞ്ഞിട്ടും ആ ഭ്രാന്തൻ ശങ്കരൻകുട്ടിയെ വിട്ടുപോയില്ല. ആ വേഷപ്പകർച്ചയിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവരാൻ കഴിയാതെ അദ്ദേഹം ഇന്നും പഴയ നിലയിലെന്നോണം ജീവിക്കുകയാണ്. ഈ വാലന്റൈൻസ് ദിനത്തിൽ ശങ്കരൻകുട്ടിയുടെ കഥ ഒരു വിങ്ങലായി മാറുന്നത് അദ്ദേഹത്തിന്റെ തീവ്രമായ പ്രണയത്തിലൂടെയാണ്. നാടകത്തിൽ തന്റെ കൂടെ അഭിനയിച്ച പ്രണയിനിയുടെ ഓർമ്മകളും പ്രണയനഷ്ടവും അദ്ദേഹത്തിനുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. പ്രണയത്തിന്റെ നോവും നാടകത്തിന്റെ ആവേശവും ഒത്തുചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയുടെ താളം തെറ്റുകയായിരുന്നു. ആ നാടക നടിക്കും ശങ്കരൻകുട്ടിയേട്ടൻ്റെ അടുത്ത് ആ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ഈ നാടകത്തിന് ശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നാടകത്തിൽ രാജകുമ്പഴ കോഴിക്കോട് കുതിരവട്ടം പോയി ആ നാടകം കാണാൻ പറ്റില്ല എനിക്ക്. അത് കേതുണ്ട്. അവര് ഈ ഒരു കാരണം കൊണ്ടാണോ ശങ്കരൻകുട്ടിയേട്ടന് പിന്നെ വിട്ടുപോയത്? എനിക്ക് മാനസികമായിട്ട് ഓർമ്മയില്ലേ, അതിലാണ് അവരൊക്കെ. രാമന്തളി പ്രദേശത്ത് ഇന്നും ഒരു നിശബ്ദ സാന്നിധ്യമായി ശങ്കരൻകുട്ടിയുണ്ട്. നഷ്ടപ്രണയവും തിരിച്ചു കിട്ടാത്ത മാനസികാരോഗ്യവും തമ്മിലുള്ള സംഘർഷത്തിനിടയിലും അദ്ദേഹം തന്റെ ഓർമ്മകളിൽ ആ പഴയ നാടക നടനായി ഇന്നും തുടരുകയാണ്. കലയും ജീവിതവും വേർതിരിക്കാനാവാത്ത വിധം കൂടിച്ചേർന്നപ്പോൾ ഒരു കലാകാരന് തന്റെ വേഷത്തിന് നൽകിയ ആത്മസമർപ്പണത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി മാറുകയായിരുന്നു ശങ്കരൻകുട്ടി. ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നടനും അതുപോലെ മനസ്സിൽ പ്രണയം ഇപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്ന ശങ്കരൻകുട്ടിയേട്ടനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.